അപ്പൊ ഞാൻ 20-21 കൊല്ലം കൊണ്ട് സമ്പന്നായില്ല. വന്ന പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. പണം ഉണ്ടാക്കാൻ അറിയുള്ളൂ, പണത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയില്ല. അപ്പൊ അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് 3 കാര്യങ്ങളെ പറയണത്. 1, ഹൗ ടു മേക്ക് മോർ മണി. 2, ഹൗ ടു മാനേജ് മണി. 3, ഹൗ ടു മൾട്ടിപ്ലൈ മണി. അതായത് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്തറിയില്ല, കൂടുതൽ പണം ഉണ്ടാക്കാൻ അറിയില്ല. 2, ഈ വന്ന പൈസയെ മാനേജ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 5 ബക്കറ്റിലാക്കി സൂക്ഷിക്കണം. 5 ബക്കറ്റ് എന്ന് പറയുമ്പോൾ 5 അക്കൗണ്ട് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് ഇൻകം ഉണ്ട്. ഈ കിട്ടുന്ന 1 ലക്ഷം രൂപയിൽ നിന്ന് 60% 60,000 രൂപ നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മളുടെ ദിവസേനയുള്ള മിൽക്ക്, പിന്നെ ഗ്രോസറി, കുട്ടികളുടെ ഫീസ്, അതിലേക്കാണ് മാറ്റി വെക്കേണ്ടത്. പിന്നെ ഒരു 10% മാറ്റി വെക്കേണ്ടത് എമർജൻസി ബക്കറ്റ് എന്ന് പറയും. അതായത് നാളെ നമുക്ക് ആർക്കും ഹോസ്പിറ്റലൊക്കെ വന്നാൽ അതിന് വേണ്ടിയാണ് എമർജൻസി ബക്കറ്റ്. പിന്നെ മൂന്നാമത്തെ ഒരു ബക്കറ്റ് ഉണ്ട്, അതാണ് ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ്. പിന്നെ ഒരു 10% ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു 10,000 റുപ്പീസ് പഠിക്കാൻ വേണ്ടി. അവസാനത്തെ പറയുന്ന ഫൺ ബക്കറ്റ് എന്ന് പറയും. ഇത് സിനിമ കാണാനും ഡ്രസ്സ് എടുക്കാനൊക്കെയാണ്. നെക്സ്റ്റ് ആണ് ഹൗ ടു മൾട്ടിപ്ലൈ. വന്ന പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല, പക്ഷെ ആൾക്കാർക്ക് എന്തറിയുള്ളൂ, പണം ഉണ്ടാക്കാൻ അറിയുള്ളൂ, പണത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയില്ല.